ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പരസ്പര വളർച്ചയ്ക്കും സുസ്ഥിരതയ്ക്കുമായി ഇൻഡോ പസഫിക് മേഖലയിലെ രാജ്യങ്ങളുമായുള്ള ദീർഘകാല സഹകരണത്തിന് ക്വാഡ് സഖ്യം തയ്യാറാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ച് ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, ജപ്പാൻ പ്രധാനമന്ത്രി ഫുമിയോ കിഷിദ, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് എന്നിവരുമായി ശ്രീ മോദി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 2025 ക്വാഡ് ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുമെന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു. ഇൻഡോ പസഫിക് രാജ്യങ്ങൾക്കായി ഇന്ത്യ 40 ദശലക്ഷം വാക്സിൻ ഡോസുകൾ സംഭാവന ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്വാഡ് ഉച്ചകോടിയുടെ ഭാഗമായി ക്യാൻസർ മൂൺഷോട്ട് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂയോർക്കിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. അമേരിക്ക ആസ്ഥാനമായുള്ള പ്രമുഖ കമ്പനികളുടെ മേധാവിമാരുമായും അദ്ദേഹം സംവദിക്കും. നാളെ ന്യൂയോർക്കിൽ UN പൊതുസഭയുടെ ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സംശുദ്ധ സമ്പദ് വ്യവസ്ഥ, ഇൻഡോ പസഫിക് സാമ്പത്തിക ക്രമം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്ന കരാറുകളിൽ ഇന്ത്യ അമേരിക്കയിലെ ഡെലവയിൽ ഒപ്പുവെച്ചു. ക്വാഡ് ഉച്ചകോടിക്കായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻഡോ പസഫിക് സാമ്പത്തിക ചട്ടക്കൂടിന് കീഴിലാണ് കരാർ ഒപ്പിട്ടത്. ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നാഷണൽ പീപ്പിൾസ് പവർ സ്ഥാനാർത്ഥി അനുരാഗ് കുമാര ദിസനായകയ്ക്ക് ജയം. 2 വട്ടമായി നടന്ന വോട്ടെണ്ണലിനൊടുവിലാണ് അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിച്ചത്. ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടക്കുന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യയ്ക്ക് ഇരട്ട സ്വർണം. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ ഇന്ത്യ കിരീടം ചൂടി. ഇതാദ്യമായാണ് ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യ കിരീട നേട്ടത്തിലെത്തുന്നത്. ബംഗ്ലാദേശിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 280 റൺസിന്റെ തകർപ്പൻ ജയം. ഇന്ത്യ ഉയർത്തിയ 515 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശ് 2ാം ഇന്നിംഗ്സിൽ 234 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. മത്സരത്തിൽ സെഞ്ചുറിയും 6 വിക്കറ്റ് നേട്ടവും സ്വന്തമാക്കിയ അശ്വിനാണ് കളിയിലെ താരം. 2ാം ടെസ്റ്റ് ഈ മാസം 27-ന് കാൺപൂരിൽ ആരംഭിക്കും. കേരളത്തിൽ നാളെ വ്യാപക മഴയ്ക്ക് സാധ്യത. എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മറ്റന്നാളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെയും മറ്റന്നാളും മത്സ്യബന്ധനം വിലക്കിയിട്ടുണ്ട്. പൂനെയിലെ സ്വകാര്യ കമ്പനിയിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായിരുന്ന മലയാളി യുവതിയുടെ മരണത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജോലി ഭാരത്താലാണ് യുവതി മരിച്ചതെന്ന പരാതി ഗൌരവമേറിയതാണെന്ന് കമ്മീഷൻ വ്യക്തമാക്കി. കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഭിന്നശേഷിക്കാർക്കായി കോഴിക്കോട് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ വിവിധ പദ്ധതികൾ കേന്ദ്ര സഹമന്ത്രി BL വർമ്മ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ, ജീവനക്കാർ എന്നിവരുമായി സംവദിച്ച അദ്ദേഹം ഭിന്നശേഷിക്കാർക്കുള്ള സഹായോപകരണങ്ങളും വിതരണം ചെയ്തു. സ്വച്ഛതാ ഹി സേവ യജ്ഞത്തിന്റെ ഭാഗമായി ഏക് പേഡ് മാ കെ നാം പരിപാടിയിലും കേന്ദ്ര സഹമന്ത്രി പങ്കെടുത്തു. ഇന്ത്യൻ ഓഹരി വിപണികളിലെ ഈ വർഷത്തെ വിദേശ നിക്ഷേപം 33,691 കോടിയായതായി റിപ്പോർട്ട്. 2024 സെപ്റ്റംബർ വരെയുള്ള കണക്കാണിത്. നിക്ഷേപ വിവര കണക്കനുസരിച്ച് വിപണിയിൽ നിന്ന് 245 കോടി രൂപ പിൻവലിച്ചിട്ടുമുണ്ട്. ഇതോടെ ഇന്ത്യൻ മൂലധന വിപണികളിലേക്കുള്ള ആകെ നിക്ഷേപം 33,446 കോടി രൂപയായി. 10ാമത് കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷൻ CPAയുടെ ഇന്ത്യൻ മേഖലാതല സമ്മേളനത്തിന് നാളെ പാർലമെന്റിൽ തുടക്കമാകും. 2 ദിവസം നീളുന്ന സമ്മേളനത്തിന് CPA ഇന്ത്യൻ മേഖലാ അധ്യക്ഷൻ കൂടിയായ ലോക്സഭാ സ്പീക്കർ ഓം ബിർള നേതൃത്വം നൽകും. ഊർജ്ജ ചെലവും പാരിസ്ഥിതികാഘാതവും കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ട് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 4 മെഗാവാട്ട് സൌരോർജ്ജ പദ്ധതി ഒരുങ്ങുന്നു. വിമാനത്താവളത്തിന്റെ വൈദ്യുതി ഉപഭോഗ ചെലവുകളും കാർബൺ പാദമുദ്രകളും കുറയ്ക്കാൻ സഹായകമാകുന്ന പദ്ധതിയാണിത്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ വയനാട് ജില്ലാ തദ്ദേശ അദാലത്ത് ഒക്ടോബർ 1-ന് സുൽത്താൻ ബത്തേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. അപേക്ഷ നൽകിയതും സമയപരിധിക്കകം സേവനം ലഭിക്കാത്തതുമായ വിഷയങ്ങളിലുള്ള പരാതികൾ, നിവേദനങ്ങൾ തുടങ്ങിയവ അദാലത്തിൽ പരിഗണിക്കും. ബീഹാറിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. ഗംഗ ഉൾപ്പെടെയുള്ള നദികളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് 12 ജില്ലകളിലായി 10 ലക്ഷത്തിലധികം ജനങ്ങളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത്. ആലപ്പുഴ ജില്ലയിൽ എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിൽ. വിദേശത്ത് നിന്നെത്തിയ ഇയാൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ് ചികിത്സ തേടിയത്. ഇദ്ദേഹത്തിന്റെ കുടുംബവും നിരീക്ഷണത്തിലാണ്. കണ്ണൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. മേലെ ചൊവ്വയിൽ മേൽപ്പാലം വരുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.